Hi, I am Dr. Simi from Highness Cosmetic Clinic. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഇപ്പം എല്ലാവർക്കും കുറച്ച് ഭയമുള്ള ഒരു സംഭവമായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡോണർ ഏരിയ എന്ന് പറയുന്നത് ബാക്ക് സൈഡിലുള്ള ഹെയറിനെയാണ് നമ്മൾ ബാക്ക് ആൻഡ് സൈഡ്സിലുള്ള ഹെയർസിനെയാണ് ഡോണർ ഏരിയ എന്ന് പറയുന്നത്. ഡോണർ ഏരിയയിൽ നിന്ന് നമ്മുടെ ഹെയർ എടുത്ത് എവിടെയാണോ നമുക്ക് ഹെയർ ഇല്ലാത്തത് അവിടോട്ട് വെക്കുക. നമ്മളിവിടെ ചെയ്യുന്നത് പെൻ മെത്തേഡാണ് ചെയ്യുന്നത്. പെൻ മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പെൻ മെത്തേഡിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ഹീലിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ സ്കാൽപ്പിനുള്ള ട്രോമ കുറവായിരിക്കും. അതുപോലെ തന്നെ ബ്ലീഡിങ് കുറവായിരിക്കും. പിന്നെ ഗ്രാഫ്റ്റ് നമുക്ക് കുറച്ചും കൂടി ഡെൻസിറ്റിയിൽ വെക്കാൻ പറ്റും. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ ചെയ്യേണ്ടത് അണ്ടർ ഡെർമറ്റോളജിസ്റ്റ്, പ്ലാസ്റ്റിക് സർജൻ ഓർ മാക്സിലോ ഫേഷ്യൽ സർജൻ. ഇവർക്ക് മൂന്ന് ഗ്രൂപ്പ്സിനുമാണ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡോക്ടർ പറയുന്ന ബ്ലഡ് ടെസ്റ്റ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുക. ബ്ലഡ് ടെസ്റ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് മാത്രമേ പ്രൊസീജിയർ ചെയ്യാവൂ. ഡയബറ്റിക്കോ ഹൈപ്പർ ടെൻഷനോ വേറെ ക്ലോട്ടിംഗ് ടൈം, ബ്ലീഡിങ് ടൈം, അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ ലിവർ ഫംഗ്ഷൻ, ഫാറ്റി ലിവറോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ പ്രൊസീജിയറിലോട്ട് പോകാവൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡോക്ടർ പറയുന്ന ഓരോ ഇൻസ്ട്രക്ഷൻസും നമ്മൾ കേൾക്കുക. എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ലൂസിങ്ങോ എന്തെങ്കിലും വരികയാണെങ്കിലും ഉടനെ തന്നെ ഡോക്ടറിനെ അറിയിക്കുക. ക്ലോട്ട് റിമൂവൽ പീരീഡ് ആ ഒരു ടൈം വരെ നമ്മൾ ഹെഡ് വാഷ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഹെഡ് വാഷ് ചെയ്തുകൂടാ എന്ന് കരുതി നമ്മൾ ഹെഡ് ക്ലീൻ ചെയ്തുകൂടാ എന്നല്ല. ഹെഡ് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഡോണർ ഏരിയ ക്ലീൻ ചെയ്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതിനുശേഷമുള്ള മെഡിസിൻസ് അത് പ്രോപ്പറായിട്ട് എടുക്കുക. കാരണം ബയോട്ടിൻ സപ്ലിമെൻറ്റ്സ് നമുക്ക് മുടി വളരാൻ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ ബയോട്ടിൻ സപ്ലിമെൻറ്റ്സ് ഒരു 6 months എടുക്കുക. പിന്നെ ഹെയർ സെറംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിന് ശേഷമുള്ള പോസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ.